ഓക്കെ, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ എന്താ നോക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ SMC ക്ലാസ്സിന്റെ അടുത്ത ഭാഗമാണ് കേട്ടോ. സോ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് ഇൻവാലിഡ് FPGനെ കുറിച്ചായിട്ടാണ്. സോ നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ എന്താ പറയാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവാലിഡ് ഓർഡർ ബ്ലോക്സിനെ കുറിച്ചാണ്. ഓക്കെ, ഓർഡർ ബ്ലോക്സ് എങ്ങനെ ഇതാക്കണം എന്നുള്ളതൊക്കെ നമ്മൾ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ FPG എങ്ങനെ ഇതാക്കണം എന്നുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർ പോയി കണ്ടിട്ട് വരിക. സോ ഇത് ഇൻവാലിഡ് FPGനെ കുറിച്ചാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ മറക്കാതെ തന്നെ ലൈക്ക് അടിച്ചോ, അതേപോലെ തന്നെ ഷെയർ ചെയ്തോ. ഓക്കെ, സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോ നിങ്ങൾ ഫസ്റ്റ് തന്നെ നമ്മളൊരു സ്വിങ്, സോ ഒരു അപ് ട്രെൻഡിന്റെ ഒരു സ്വിങ് ആണത്. ഓക്കെ, സോ ഈ സ്വിങ്ങിൽ നമുക്ക് ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടി. സോ ഈ ഓർഡർ ബ്ലോക്ക് എങ്ങനെയാണ് നമ്മൾ വാലിഡ് ആണെന്ന് അറിയുക. തിരിച്ച് ഈ മാർക്കറ്റ് എന്ത് ചെയ്യും, ഇവിടെ പ്രീമിയം സോണിലല്ലേ, അപ്പോൾ ഡിസ്കൗണ്ട് സോണിലേക്ക് വരുമ്പോൾ ഈ ഓർഡർ ബ്ലോക്കിൽ മെറ്റിഗേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ചൊരു എന്താണ് ഇന്നർ സ്ട്രക്ചറിലൊരു ബ്രേക്കോ സ്ട്രക്ചർ തരുമ്പോഴാണ് ഇത് ഈ ഒരു ഇത് വാലിഡ് ആണെന്ന് മനസ്സിലാവുക. സോ ഇത് ഇൻവാലിഡ് ആകുമ്പോൾ എങ്ങനെയാണ് അത് വരിക. സോ ഇൻവാലിഡ് ആവണത് എങ്ങനെയാ അറിയാം. മാർക്കറ്റ് എന്ത് ചെയ്യും, ഇവിടെ കൺഫർമേഷൻ തരും, എന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യും, അടിയിലോട്ട് പോകും. സോ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ നിങ്ങൾ കുറേ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനത്തെ സാഹചര്യങ്ങൾ, സോ ഈ ഒരു സാഹചര്യത്തിന് പറയുന്നതാണ് എന്ത്, ഇൻവാലിഡ് ഓർഡർ ബ്ലോക്ക്. ഇൻവാലിഡ് ഓർഡർ ബ്ലോക്ക് പല വിധത്തിലുണ്ട്. സോ ഡയറക്റ്റ് വന്നിട്ട് എന്ത് ചെയ്യും, മാർക്കറ്റ് ഡയറക്റ്റ് ഇങ്ങനെ വന്നിട്ട് ഇവിടെ കൺസോൾട്ടർ ചെയ്യും. ഇവിടെ കൺസോൾട്ടർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും, മാർക്കറ്റ് എന്തായാലും മുകളിലോട്ട് പോകുമെന്ന് പറയും. ബട്ട് എന്ത് ചെയ്യും, മാർക്കറ്റ് ബ്രേക്ക് ആയിട്ട് അടിയിലോട്ട് പോകും. ഇങ്ങനത്തെ സാഹചര്യങ്ങളും ഉണ്ടാവാറുണ്ട്. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ എങ്ങനത്തെ സാഹചര്യം ഉണ്ടാവുക അറിയോ. സോ ഇങ്ങനെ വന്നിട്ട് മാർക്കറ്റ് ഇവിടെ എത്തും. ഇവിടെ എത്തിയിട്ട് അടുത്ത ബ്രേക്കോ സ്ട്രക്ചർ തരാതെ മാർക്കറ്റ് അടിയിലോട്ട് പോകും. സോ ഇതിനൊക്കെയാണ് എന്ത്, ഇൻവാലിഡ് ഓർഡർ ബ്ലോക്സ് എന്ന് പറയുക. ഓർഡർ ബ്ലോക്ക് വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ അടുത്ത ബ്രേക്കോ സ്ട്രക്ചർ തന്നിട്ടുണ്ടാവണം, എന്നാലേ ആ ഓർഡർ ബ്ലോക്ക് വാലിഡ് ആവുള്ളൂ. ഓക്കെ, സോ നമ്മൾ നോർമലി വാലിഡ് ആവുക എന്ന് പറയണത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വന്നിട്ട് മെറ്റിഗേറ്റ് ചെയ്തിട്ട് കയറാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് വാലിഡ് ആയി എന്ന് പറയും. പക്ഷെ അതല്ല ശരിക്കത്തെ വാലിഡ് ഓർഡർ ബ്ലോക്സ്. അടുത്തൊരു ബ്രേക്കോ സ്ട്രക്ചർ തന്നിരിക്കണം അതൊരു വാലിഡ് ഓർഡർ ബ്ലോക്ക് ആവണം എന്നുണ്ടെങ്കിൽ. ഓക്കെ, അതേപോലെ തന്നെ രണ്ട് തരം ഓർഡർ ബ്ലോക്സ് ഉണ്ട്. ഒന്ന് ലിക്വിഡിറ്റി സ്വീപ്പിന്റെ ഉണ്ട്, ലിക്വിഡിറ്റി റണ്ണും ഉണ്ട്. അത് നമ്മളിപ്പോൾ പഠിക്കേണ്ട. ഓക്കെ, അത് നമ്മൾ വരുന്നതിൽ പഠിക്കും. അതായത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കും എന്താണ് ലിക്വിഡിറ്റി സ്വീപ്പ്, എന്താണ് ലിക്വിഡിറ്റി റൺ എന്നുള്ളതൊക്കെ. ഓക്കെ, സോ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ. സോ ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം. സോ ഇവിടെ നോക്കി കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും, സിമ്പിളാണ്. ഇവിടെ കണ്ടോ ഒരു ബ്രേക്കോ സ്ട്രക്ചർ കിട്ടി. ഇവിടെ കണ്ടോ ഒരു ഓർഡർ ബ്ലോക്കാണിത്. ഈ ഓർഡർ ബ്ലോക്കിൽ വന്ന് ടച്ച് ചെയ്തിട്ട് എന്ത് ചെയ്തു, മാർക്കറ്റ് കുറച്ച് അടിയിലോട്ട് ഇറങ്ങി. സോ ഞാൻ വരച്ച് കാണിച്ചു തരാം. കണ്ടോ മാർക്കറ്റ് വന്ന് അടിയിലോട്ട് ഇറങ്ങി, എന്നിട്ട് എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി. സോ ഇത് ഇൻവാലിഡ് ആയില്ലേ, ഇവിടെ ബ്രേക്കോ സ്ട്രക്ചർ ഒന്നും തന്നില്ലല്ലോ, ഇൻവാലിഡ് ആയി. സോ നമുക്ക് ഇവിടെയും വേണമെന്നുണ്ടെങ്കിൽ പറയാം. സോ ഇവിടെ നമുക്ക് ചെറിയൊരു ബ്രേക്കോ സ്ട്രക്ചർ തന്നിട്ടുണ്ട്. സോ ഓർഡർ ബ്ലോക്ക് ഇവിടെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇതും തന്നില്ല, ഡയറക്റ്റ് ഒന്ന് വന്ന് ടച്ച് ചെയ്തു, അതേപോലെ അടിയിലോട്ട് ഇറങ്ങി. അതായത് ഇവിടെ കണ്ടോ ഡയറക്റ്റ് വന്ന് ടച്ച് ചെയ്തു, അടിയിലോട്ട് ഇറങ്ങി, മാർക്കറ്റ് എന്ത് ചെയ്തു, മുകളിലെത്തി. ഇതാണെന്ത്, ഇൻവാലിഡ് ഓർഡർ ബ്ലോക്സ്. സോ ഇൻവാലിഡ് ഓർഡർ ബ്ലോക്സ് എല്ലാവർക്കും മനസ്സിലായല്ലോ. നമുക്ക് ഇൻവാലിഡ് ഓർഡർ ബ്ലോക്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കൺഫർമേഷൻ എൻട്രി. കൺഫർമേഷൻ എൻട്രി നമ്മൾ ഇന്റേണൽ സ്ട്രക്ചറിൽ പോയി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇൻവാലിഡ് ഓർഡർ ബ്ലോക്ക് ആണോ അതോ വാലിഡ് ഓർഡർ ബ്ലോക്ക് ആണോ എന്നുള്ളത്. സോ കൺഫർമേഷൻ എൻട്രി യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 80% അത് വിജയിക്കാനാണ് സാധ്യത. ഓക്കെ, എൻ്റെ യൂസിൽ 80% അത് വിജയിച്ചിട്ടാണുള്ളത്. പിന്നെ ബാക്കി 20% ആണ് അത് വിജയിക്കാൻ സാധ്യതയില്ലാത്തത്. സോ അടുത്ത ഓർഡർ ബ്ലോക്ക് നമുക്ക് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഇതുവരെ മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ഓർഡർ ബ്ലോക്ക് ആണ്. നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, മാർക്കറ്റ് ഇവിടുന്ന് മേളിൽ കയറി ആ ഓർഡർ ബ്ലോക്ക് ടച്ച് ചെയ്തിട്ട് എന്ത് ചെയ്തു, മാർക്കറ്റ് അടിയിലോട്ട് എത്തി. സോ അതെന്താ, ഇവിടെ ഒരു ഇത് കിട്ടിയില്ലേ, അതായത് ഇവിടെ നമുക്ക് ഒരു ഓർഡർ ബ്ലോക്ക് അടുത്ത് കിട്ടി. സോ അതെന്തുകൊണ്ട് വാലിഡ് ഓർഡർ ബ്ലോക്ക് ആണ്. ഓക്കെ, വാലിഡ് ഓർഡർ ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ അവിടെ എത്തിയ മാർക്കറ്റ് റിവേഴ്സ് അടിക്കും നമ്മളെന്ന് വിചാരിച്ചു. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, റിവേഴ്സ് ആയില്ല. മാർക്കറ്റ് റിവേഴ്സ് ആയി, പക്ഷെ മാർക്കറ്റ് എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ മുകളിലോട്ട് പോയി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇൻവാലിഡ് ഓർഡർ ബ്ലോക്സ് കണ്ടെത്തുക. ഇൻവാലിഡ് ഓർഡർ ബ്ലോക്സിന് നമ്മുടെ ട്രേഡിങ്ങിൽ വളരെ പ്രാധാന്യമുള്ളൊരു സംഭവം തന്നെയാണ്. കാരണം നമ്മൾ ഓർഡർ ബ്ലോക്സ് എത്തുമ്പോഴാണ് നമ്മൾ ട്രേഡ് ഇടുക. സോ ഓർഡർ ബ്ലോക്സ് എത്തുമ്പോൾ ട്രേഡ് ഇടുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മൾ കൺഫർമേഷൻ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതാകെ പണി പാളിപ്പോവും. അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ഇൻവാലിഡ് ഓർഡർ ബ്ലോക്സ് കണ്ടെത്തണം, അതേപോലെ തന്നെ വാലിഡ് ഓർഡർ ബ്ലോക്സ് കണ്ടെത്തണം, FEG, ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട്. സോ അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് പഠിക്കും, എങ്ങനെയാണ്
ലിക്വിഡിറ്റി സ്വീപ്പ്, ലിക്വിഡിറ്റി റണ്ണിങ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ഇതൊരു ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്പെടും, കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, സോ ഇതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരും. അതുവരേക്കും സൈനിങ് ഔട്ട്.